ചേര രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. അപ്പോൾ ഇവർ ഇവിടെ വന്ന് താമസിച്ചു കൊണ്ടിരിക്കെ ഈ വസൂരി കണ്ടാർണം എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം, ഇപ്പോൾ കൊറോണ പോലുള്ളൊരു വൈറസാണത്. അപ്പോൾ ഈ വൈറസ് ബാധിച്ചതിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തമായിട്ട് ഇവിടെ മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ മരണപ്പെട്ടു പോയ ആ ആളുകളുടെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. അന്നത്തെ വൈദ്യശാസ്ത്ര വിധി പ്രകാരം ഈ മണ്ണിൽ മനുഷ്യൻ കാല് ചവിട്ടുകയോ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ പണികളോ ചെയ്യാൻ പാടില്ല എന്ന് അന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ആരും വരാറില്ല. ചേലമല എന്ന് പറയുന്ന ഒരു ഭീതി ഉണർത്തുന്ന സ്ഥലമായി മാറി. ഇങ്ങനെ ചേലമല കുന്നെന്ന് പറയുന്ന ഭാഗത്തേക്ക് ആരും കടന്നു വരാതെ, അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സകല വസ്തുക്കളും ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. ഈ ഭാഗത്ത് പിന്നീടുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ഭൂപ്രകൃതിയിലുണ്ടായിട്ടുള്ള ചെറിയ ഭൂകമ്പങ്ങൾ അങ്ങനെയുള്ളതല്ല, ചെറിയ ചെറിയ പ്രളയം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ ചേലമല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഇവിടെ പ്ലാന്റേഷൻ, അതായത് തേക്കും പ്ലാന്റേഷൻ 1947, 46, 45 കാലഘട്ടങ്ങളിലാണ് ഇവിടെ തേക്ക് പ്ലാന്റ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഈ പ്ലാന്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലെ മറ്റ് വനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ധാരാളം മരുന്ന് ചെടികളുണ്ട്, ഔഷധ ചെടികൾ. ഇപ്പോൾ നമ്മൾ ഈ പറിച്ചെടുക്കുന്ന ഇതെല്ലാം തന്നെ മരുന്നുകളാണ്, ഓരോന്നും മരുന്നുകളാണ്. ഇതെല്ലാം മരുന്നുകളാണ്, ഇതെല്ലാം മരുന്നുകളാണ്. ഇവിടെ കാണുന്ന ഒരു ഒട്ടുമുക്കാലും നമ്മൾ കാണുന്ന ഇതെല്ലാം മരുന്നുകളാണ്. മാത്രമല്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾക്ക്, അതായത് വേനൽക്കാലത്തും വർഷക്കാലത്തും ഒരുപോലെ പക്ഷികൾക്ക് തീറ്റയും പ്രചരണത്തിനും പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ചേലമല. ഇവിടെ എല്ലാ സമയങ്ങളിലും പക്ഷികൾക്ക് തിന്നാനുള്ള പഴങ്ങളുണ്ട്. ഇതിപ്പോൾ വെട്ടി എന്ന് പറയുന്ന ഒരു മരമാണ്, വെട്ടി. ഈ വെട്ടിക്കകത്തും നല്ല വേനൽക്കാലത്ത്, അതായത് മറ്റു പഴങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ചെറിയൊരു പഴം ഉണ്ടാവും. അതിൻ്റെ പേര് വെട്ടിപ്പഴം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വിവിധ ഇനം കായ്കനികൾ ഈ ഭാഗത്ത് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ച, ധാരാളമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇഞ്ച. അതുപോലെ ഉരുളിഞ്ചിക്ക, അതായത് സോപ്പും കായ, അതുപോലെ പുളിഞ്ചി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ വനത്തിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. അതുപോലെ ഇതൊരു തൊടലിയാണ്, ഈ തൊടലി മുള്ളാണ്. ഈ മുള്ളിനകത്തും ഒരു ഫലമുണ്ട്, ഇത് മുള്ളൻകായ എന്ന് പറയും. നമ്മളൊക്കെ ഒരു പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പറിച്ച് തിന്നിട്ടുണ്ടാവും. നല്ല മധുരമുള്ള, ഏറ്റവും ചെറിയ കുരുമുളകിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള കായാണ് കുരുമുളക്. അതിന് അത്ര സമാനമായിട്ടുള്ള ഒരു മുള്ളങ്ക എന്ന് പറയും. അങ്ങനെ ധാരാളം പഴവർഗ്ഗങ്ങളുള്ള, അതുപോലെ പക്ഷികൾക്ക് പ്രജനനത്തിന് ഏറ്റവും നല്ല ഒരു പ്രദേശമാണ് മരപ്പൊത്തുകളും അതുപോലെ തന്നെ മരച്ചില്ലകളും. അത് വിവിധ രീതിയിൽ കൂടുകൂട്ടിയിരിക്കുന്ന വേഴാമ്പലുകൾ ഈ ഭാഗത്തേക്കാണ് വരുന്നത് പ്രചരണത്തിന് വേണ്ടി. ഇവിടെ നമ്മൾ നടന്നു പോകുന്ന കാണുന്ന തേക്കിൻ്റെ അപ്പുറത്തുള്ള തേക്കിൽ വേഴാമ്പലുകൾ കൂടുകൂട്ടി ഇരിക്കുന്ന കൂടുകളാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമുക്കാലും പക്ഷികളെ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് കണ്ടുപോകാനായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ചേലമല. എന്തുകൊണ്ടും ചേലമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്ത് വളരെ പുരാതനമായൊരു സ്ഥലമാണ്. മറ്റ് ഐതിഹ്യപരമായിട്ട് ഒത്തിരിയേറെ കഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ചേലമലയിൽ നിന്നും രാജവെമ്പാല, അതായത് ഇവിടെ നിന്ന് നീന്തി തട്ടേക്കാട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു, അങ്ങനെ ഒക്കെയുള്ള ഒരു ഐതിഹ്യമൊക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതുപോലുള്ള ഒട്ടനവധി ചരിത്ര സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ചേലമല എന്ന് പറയുന്നത്. അപ്പോൾ തികച്ചും ഇത് വനം വകുപ്പിൻ്റെ കൈവശത്തിലായതുകൊണ്ട് പുറം ലോകത്തുള്ള ആളുകൾക്ക് ഇത് വന്ന് കാണാനോ കേൾക്കാനോ ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെങ്കിൽ സമയത്തിൻ്റെ നീക്കത്തിൽ കേരള വനം വകുപ്പിൻ്റെ ഒരു പോഷക സംഘടനയായിട്ടുള്ള വനസംരക്ഷണ സമിതി ഇത് ടൂറിസത്തിന് വേണ്ടി കൊടുക്കുകയും ഇവിടെ ട്രക്കിംഗ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട കേരള വനം വകുപ്പ് അതിന് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്രക്ക് പാത്തും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വനത്തിന് നടുക്കിലൂടെ നടന്ന് നമുക്ക് തട്ടേക്കാട് മുതൽ ഭൂതത്താങ്കെട്ട് വരെ നമുക്ക് നടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു വനപാത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേലമലയിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞ BCയിലുള്ള അമ്പലവും അവരുടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങളും അതുപോലുള്ള പക്ഷികളും
അതുപോലെ ഈ കായ്കനികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഒക്കെ മരച്ചെടികളും പുല്ലുകളും അതുപോലെ പുഷ്പങ്ങളും ഒക്കെ കണ്ട് നമ്മൾ പൂതത്താൻകെട്ട് ജല വൈദ്യുത പദ്ധതി പൂത്താൻകെട്ട് ഡാമിൻ്റെ ആ പരിസരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ട്രക്ക് പാത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സമയത്തിൽ നീക്കത്തിൽ വനം വകുപ്പ് അത് തുറന്ന് സഞ്ചാരികൾക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ വരുന്ന കഴിഞ്ഞാൽ നമ്മുടെ സമീപവാസികൾക്കും മറ്റുള്ള എല്ലാ ആളുകൾക്കും അതൊരു പുതിയ അറിവും നല്ലൊരു അനുഭവമായിരിക്കും ആ യാത്ര, കാനന യാത്ര. അതുപോലെ തന്നെ നമ്മുടെ ഈ ചേലമലയിൽ ഏറ്റവും അധികം വലിപ്പത്തിലുള്ള ഒരു വൃക്ഷമുണ്ട്. പോളമരം എന്നാണ് അതിനറിയപ്പെടുന്നത്. അത് നമ്മളൊരു 4 പേരെ ഒരുമിച്ച് ചേർന്ന് പിടിച്ചാൽ എത്താത്ത പോളമരമുണ്ട്. അതുപോലെ തേക്കിൻ മരങ്ങൾ ഏറ്റവും ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇടുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ തേക്കുകളുള്ള ഒരു പ്ലാന്റേഷനാണ് ഇത് നമ്മുടെ ഈ ചേലമല ഭാഗം. അപ്പം അങ്ങനെ എന്തുകൊണ്ടും വിശേഷപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനും, പ്രത്യേകിച്ച് പെരിയാറിൻ്റെ തീരമാണ് നമ്മുടെ ഈ ചേലമല എന്ന് പറയുന്നത്. ഒരു ഭാഗം ചേലമലയുടെ ഒരു തീരം മുഴുവനായിട്ടും പുഴയാണ്. അപ്പം പെരിയാർ ഒഴുകിപ്പോകുന്ന ആ തീരത്താണ് ഈ ചേലമല സ്ഥിതി ചെയ്യുന്നത്. അപ്പം ചേലമലയിലേക്ക് കയറിയിറങ്ങാനായിട്ട് മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഈ കടത്ത് വഴിയായിരുന്നു. അന്നത്തെ കാലത്ത് വള്ളം ഉപയോഗിച്ചാണ് വാണിജ്യ വ്യവസായ കാര്യങ്ങളൊക്കെ നടത്തി വന്നിരുന്നത്. അപ്പോൾ ആ കാലത്ത് വഞ്ചി അടുപ്പിക്കാനായിട്ടുള്ള വഞ്ചിക്കടവ്, അതുപോലെ ആളുകൾക്ക് കുളിക്കാനായിട്ടുള്ള കുളിക്കടവ്, അപ്പോൾ അങ്ങനെ പുരാതന കാലത്ത് ചെയ്ത ആ സംഭവങ്ങളുടെ എല്ലാം അവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന